ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. പരിശുദ്ധ സഭ പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ കാത്തിരിപ്പിൻ്റെ നാളുകളിലൂടെ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിവസമാകുന്ന ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച, ദൈവമക്കളെ, നമ്മൾ പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ നമ്മളിൽ പ്രകടമാകേണ്ട 3 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-9 തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബൈബിൾ കയ്യിലെടുക്കാം, ചേർന്ന് വായിക്കാം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ 3 പ്രധാനപ്പെട്ട സംഗതികൾ ഒരു വ്യക്തിയിൽ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായി തീരും. ദൈവമക്കളെ, എന്നാൽ വിശ്വസിക്കാത്തവർ പാപത്തെക്കുറിച്ചും പിതാവിൻ്റെ അടുക്കിലേക്ക് യേശു തമ്പുരാൻ പോകുന്നതുകൊണ്ട് ഇനി നിങ്ങൾ യേശുവിനെ കാണുക ഇല്ലാത്തതുകൊണ്ട് നീതിയെക്കുറിച്ചും ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 16-11 നമ്മെ പഠിപ്പിക്കുന്നു. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ ആദ്യം പാപബോധം, പശ്ചാത്താപം. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. നമ്മളാണ് ശരി, നമ്മൾ മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നമ്മൾ ന്യായീകരിക്കും, അതിനെ വിമർശിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്ന വാദഗതി ഉയർത്തുന്നവരുമാണ്. അപ്പോൾ പാപബോധമില്ലാത്ത, പശ്ചാത്താപമില്ലാത്ത ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്, നമ്മൾ കാണുന്നത്. ആ തലമുറയോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളും പാപം അല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരും പാപത്തെ താലോലിക്കുന്നവരുമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളിൽ പാപബോധമുണ്ടാവും, പശ്ചാത്താപമുണ്ടാവും, അനുതാപമുണ്ടാകും. അതോടൊപ്പം തന്നെ നീതിയെക്കുറിച്ച്, അനീതിയുടെ ലോകത്ത് അനീതിയെ ചെറുക്കുവാൻ തക്ക വിധം നോ പറയേണ്ടടുത്ത് നോ പറയാൻ, വചനത്തെ ജീവിതം കൊണ്ട് ക്രിയാത്മകമായി ഉപയോഗിച്ച് അനീതിയോട് നോ പറയുവാനുള്ള തൻ്റെ ഇടം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉജ്ജ്വലിപ്പിക്കും. 3-ാമതായിട്ട് ന്യായവിധിയെക്കുറിച്ച്, തനത് വിധി, ന്യായവിധി, ഇവയെക്കുറിച്ചുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നമുക്ക് തരും. പ്രിയമുള്ള ദൈവമക്കളെ, ഇതാ ഈ നോമ്പിൻ്റെ, ഈ ഉപവാസത്തിൻ്റെ, പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാനുള്ള ഈ ദിനങ്ങൾ നമുക്ക് കൂടുതൽ പരിശുദ്ധാത്മാവ് കൂടുതൽ തീഷ്ണതയോടെ നമ്മളിൽ വ്യാപരിച്ച് പാപബോധം, ചെറുതും വലുതുമാകുന്ന പാപങ്ങളെ ഒപ്പിയെടുക്കുവാൻ, ഇതാണ് പാപം, ഇത് നിന്റെ ജീവിതത്തിൽ പ്രതികാരത്തിനായി ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നിലവിളിക്കുന്ന പാപങ്ങളാണെന്ന് കാണിച്ചു തരുവാൻ തക്കവിധം ജഡത്തിൻ്റെ പാപങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുവാൻ, 1-ാം പ്രമാണത്തിൻ്റെയും 6-ാം പ്രമാണത്തിൻ്റെയും കൽപ്പനകളുടെ ലംഘനം വഴി നമ്മളിൽ വന്ന പാപങ്ങൾ വെളിപ്പെടുത്തി കിട്ടുവാനായിട്ടെല്ലാം ഈ ദിവസങ്ങൾ, ഈ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവ് നമ്മളിൽ ശക്തമായി വ്യാപരിക്കപ്പെടുവാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രത്യേക കൃപ, പാപത്തെ വെറുത്തുപേക്ഷിക്കാനുള്ള ഒരു കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.